ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ നടന്ന PSC യോഗത്തിൽ 33ഓളം തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ട് PSC യോഗ തീരുമാനമായിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 ടെക്നിക്കൽ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 1-ാം തീയതി പബ്ലിഷ് ചെയ്യുന്ന ഗസറ്റിലായിരിക്കും ഈ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ഇനി പറയാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമുക്ക് ആദ്യത്തെ പോസ്റ്റ് നോക്കാം. ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് ആദ്യത്തെ പോസ്റ്റ്. അപ്പം BTech പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു പോസ്റ്റാണ് ഈ IOയുടേത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. BTech എനി സ്ട്രീമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. BTech കംപ്ലീറ്റ് ആക്കിയ ഏതൊരു വിദ്യാർത്ഥിക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 35,700 രൂപ മുതൽ 75,600 രൂപ വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അപ്പം നമുക്ക് ഇത് റിവൈസ് ആയിട്ടുണ്ട്. അപ്പം പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സ്കെയിൽ ഓഫ് പേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഒരു 60,000 രൂപയ്ക്ക് അടുത്ത് തന്നെ ഇൻഹാൻഡ് സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെത്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 8/12/2021 ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിലുണ്ട്. ഇത് 7/12/2024, അതായത് ഈ വർഷം ഡിസംബറിൽ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതാണ്. ഇതുവരെ 56 അഡ്വൈസ് ആണ് ഈ പോസ്റ്റിൽ നിന്നും പോയിട്ടുള്ളത്. അപ്പം ഇനി നമുക്കറിയാം ഈ റാങ്ക് ലിസ്റ്റ് ഇനിയും കാലാവധിയുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ അഡ്വൈസ് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ അന്ന് ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 46.33. അതുപോലെ ലാസ്റ്റ് നടന്ന എക്സാമിൽ ലഭിച്ച മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 67 മാർക്കാണ്. ഇത് ടെസ്റ്റിന് ലഭിച്ച മാർക്കാണ്. നമുക്കറിയാം ഇൻ്റർവ്യൂ ഉള്ള ഒരു പോസ്റ്റാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ലഭിച്ച മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ മാർക്ക് വരിക. അതുപോലെ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിന് എണ്ണം എന്ന് പറഞ്ഞാൽ 75 പേരാണ്. അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രി എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ഒരു ഡീറ്റെയിൽസ്. ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം. ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അനലിസ്റ്റ് ഗ്രേഡ് 3 ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരാവുന്ന പോസ്റ്റ്. 2019 ലാസ്റ്റ് ഈ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി ഇൻ ഫാർമസി ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ഫാർമസിയിൽ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയ വിദ്യാർത്ഥികൾക്ക് കിട്ടാവുന്ന ഒരു മികച്ച അവസരമാണ് ഈ അനലിസ്റ്റ് ഗ്രേഡ് 3യുടേത്. അതുപോലെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 39,500 മുതൽ 83,000 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് 21 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 9/12/2021 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് ഈ വർഷം ഡിസംബർ 8-ാം തീയതിയാണ് ഈ ലിസ്റ്റ് എക്സ്പയർ ആവുന്നത്. അതുപോലെ കട്ട് ഓഫ് മാർക്ക് അന്ന് വന്നിരുന്നത് 60.67. ടോട്ടൽ അഡ്വൈസ് ഈ പോസ്റ്റിലോട്ട് നടന്നിരിക്കുന്നത് 26 പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് നടന്നിരുന്നത്. 59 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അപ്പം ഇനിയും റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. സോ ഇനിയും കൂടുതൽ അഡ്വൈസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് ഈ അനലിസ്റ്റ് ഗ്രേഡ് 3യുടേത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം. മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് ജിയോളജിസ്റ്റ് ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ. 2017 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ഡിഗ്രി ഇൻ MSc ജിയോളജി അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജി, അതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മൈനിങ് എഞ്ചിനീയറിംഗ്. അതായത് MSc ജിയോളജിയിലോ അപ്ലൈഡ് ജിയോളജിയിലോ PG അല്ലെങ്കിൽ മൈനിങ് എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 36,600 രൂപ മുതൽ 79,200 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 18 മുതൽ 41 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് അസിസ്റ്റൻറ്റ് ജിയോളജിസ്റ്റ് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ എക്സാം ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 23/12/2020 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് നിലവിലില്ല, എക്സ്പയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ 39 അഡ്വൈസ് തരുന്നൊരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ജിയോളജിസ്റ്റിന്. സോ MSc ജിയോളജി അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജി അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മൈനിങ് ഉള്ളവർക്ക് ഈ പോസ്റ്റ് ഒരു മികച്ച അവസരം തന്നെയാണ്. സോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ 1 ഗസറ്റ് പബ്ലിഷ് ചെയ്ത് തൊട്ടടുത്ത ദിവസങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അന്ന് ഈ പരീക്ഷയുടെ അസിസ്റ്റൻറ്റ് ജിയോളജിസ്റ്റിൻ്റെ ലാസ്റ്റ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 50 മാർക്കായിരുന്നു. അതുപോലെ മെയിൻ ലിസ്റ്റിൽ 48 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന അടുത്ത പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ, അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് 3, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2,
അപ്പം അഗ്രികൾച്ചർ BSc ഇൻ അഗ്രികൾച്ചർ ഉള്ള ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ MSc അഗ്രികൾച്ചർ ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾ ഏറെ നാളെ കാത്തിരുന്ന ഒരു പോസ്റ്റാണ് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2-ൻ്റെത്. ഇത് ഫാം ഓഫീസർ, മുമ്പ് ഫാം ഓഫീസർ എന്നായിരുന്നു ഈ തസ്തിക അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ പുതുതായിട്ട് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നൊരു തസ്തികയാണ് ഇതിൻ്റെ പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. സോ അഗ്രികൾച്ചർ സ്റ്റുഡൻസ് അല്ല അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾ കുറേ നാളായി കാത്തിരുന്ന ഒരു പോസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2004 മുമ്പൊക്കെ ആയിരുന്നു. അതല്ലാതെ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. സോ ഈ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ വരും ദിവസങ്ങളിൽ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ. അത് കഴിഞ്ഞ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇലക്ട്രീഷ്യൻ്റെ നോട്ടിഫിക്കേഷനും ഉടൻ വരുന്നുണ്ട്. ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് സെലക്ഷൻ ആണ്. പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലായിട്ടാണ് ഇത് ഡിസ്ട്രിക്ട് വൈസ് സെലക്ഷൻ ആയിട്ടായിരിക്കും ഇത് വിളിക്കുന്നത്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.